അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരങ്ങളെ, ഞാൻ അബ്ദുറഹ്മാൻ വളാഞ്ചേരി. ഈ സമൂഹത്തിലെ വലിയൊരു വിഭാഗം ആളുകൾ അഥവാ സമസ്തക്കാർ അള്ളാഹുവോ അവൻ്റെ റസൂലോ പഠിപ്പിക്കാത്ത അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പ്രവർത്തിക്കുമ്പോൾ, അഥവാ ആണും പെണ്ണും ഇടകലർന്ന് ജാറങ്ങളിലെ നേർച്ചയും പൂരവുമൊക്കെ ആഘോഷിക്കുമ്പോൾ, ഒരു മുസ്ലിം എന്ന നിലയിൽ ഇത്തരം വിശ്വാസങ്ങൾക്കും ആഘോഷങ്ങൾക്കും ഇസ്ലാമിൽ യാതൊരു തെളിവുമില്ല, ഇത് ശരിയായ നിലപാടല്ല എന്ന് പറയുമ്പോൾ, ഇത്തരം വിശ്വാസങ്ങൾ പേറി ജീവിക്കുന്ന ആളുകൾ, നീ ആരാടാ ഇസ്ലാമിൻ്റെ ഫത്വ പറയാൻ? നീ ഇന്നലെ ഇസ്ലാമിലേക്ക് കയറി വന്ന് ഞങ്ങളെ ദീൻ പഠിപ്പിക്കുകയാണോ എന്നൊക്കെ പറഞ്ഞ് കേട്ടാൽ അറയ്ക്കുന്ന ചീത്തകൾ പറയാറുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരുപാട് ഉലമാക്കളുണ്ട്. ഷംസുൽ ഉലമ, അദ്ദേഹം മരണപ്പെട്ടു പോയി. എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ എല്ലാവരും അറിയപ്പെടുന്ന ഒരാളാണ് സുൽത്താനുൽ ഉലമ, അഥവാ ഉലമാക്കളുടെ സുൽത്താൻ എന്നറിയപ്പെടുന്ന കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ. അദ്ദേഹം മാക്സ് 7 വ്യായാമ കൂട്ടായ്മയ്ക്കെതിരെ, നമുക്കറിയാം ഈ അടുത്ത കാലഘട്ടത്തിൽ ജാതിയും മതവും നോക്കാതെ സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് വ്യായാമം ചെയ്യുന്നതിനെ കുറിച്ച് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന എൻ്റെ വാക്കുകൾ നിങ്ങൾ കേൾക്കണ്ട. അദ്ദേഹം പറയുന്ന കാര്യം അത് ദീനിൻ്റെ ഭാഗമാണെങ്കിൽ അത് കേൾക്കുവാനും അനുസരിക്കുവാനും നിങ്ങൾ തയ്യാറാവണം. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ കൊല ചെയ്തുകൊണ്ടിരിക്കുന്ന ദുർവാദങ്ങളും ന്യായങ്ങളുമായി വരുന്നത് എല്ലാം നാം കാണുന്നുണ്ട്. നമുക്കത് കണ്ടു നിൽക്കാൻ കഴിയും. അതിനെതിരായി ശബ്ദിക്കാതെ നമുക്ക് നിർവാഹമില്ല. ഈ കൗമ് അധപ്പതനത്തിലേക്ക് പോകുമ്പോൾ അതിൽ നിന്നും രക്ഷിക്കുന്ന കർത്തവ്യ ആലിമീങ്ങൾക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആലിമീങ്ങൾ ഇതൊക്കെ പറയുന്നത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. സ്ത്രീ പുരുഷ സങ്കലനം, സ്ത്രീകളും പുരുഷന്മാരും ഒന്നായി ഒരുമിച്ച് കൂടി ഇടകലർന്നുള്ള ഏത് പദ്ധതി കൊണ്ടുവന്നാലും അത് ഇവിടുത്തെ ദീൻ പൊളിക്കാനുള്ള പദ്ധതിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വളരെയധികം ചിന്തിക്കണം. അതിന് എല്ലാവരും അത്തരം പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കരുത് എന്നുകൂടി നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തി എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അതേ സഹോദരങ്ങളെ, ഇത് തന്നെയാണ് കാലങ്ങളായി ഞാനും പറയുന്നത്. ഇസ്ലാം അള്ളാഹുവിൻ്റെ ശരീഅത്താണ്, നിയമമാണ്. എന്താണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഇവിടെ പറഞ്ഞത്? നമുക്കൊന്നുകൂടി ശ്രദ്ധിച്ചു കേൾക്കാം. വിവാദ പ്രസ്താവനയുമായി കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ. സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്നുള്ള ഏതു പദ്ധതി കൊണ്ടുവന്നാലും എതിർക്കുമെന്നാണ് വിവാദ പ്രസ്താവന. വിശ്വാസ സംരക്ഷണമാണ് പ്രധാനം. സ്ത്രീ പുരുഷ സങ്കലനം, സ്ത്രീകളും പുരുഷന്മാരും ഒന്നായി ഒരുമിച്ച് കൂടി ഇടകലർന്നുള്ള ഏത് പദ്ധതി കൊണ്ടുവന്നാലും അത് ഇവിടുത്തെ ദീൻ പൊളിക്കാനുള്ള പദ്ധതിയാണ്. സ്ത്രീകളും പുരുഷന്മാരും ഒന്നായി ഒരുമിച്ച് കൂടി ഇടകലർന്നുള്ള ഏതു പദ്ധതി കൊണ്ടുവന്നാലും അത് അള്ളാഹുവിൻ്റെ ദീൻ പൊളിക്കുവാനുള്ള പദ്ധതിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണമെന്നാണ് വിശ്വാസികളോട് അദ്ദേഹം പറയുന്നത്. അത് ദീനിന്റെ ഫത്വയാണ്, അതനുസരിക്കേണ്ടത് മുസ്ലിമീങ്ങളുടെ ബാധ്യതയാണ്. അല്ല ഉസ്താദെ, എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഇത് വ്യായാമം ചെയ്യുമ്പോൾ മാത്രം പാലിക്കേണ്ട നിയമമാണോ? കേരളത്തിൽ എണ്ണിയാൽ ഒടുങ്ങാത്ത ജാറങ്ങളുണ്ട് നിങ്ങളുടെ സംഘടനയ്ക്ക് കീഴിൽ. ഇത്തരം ജാറങ്ങളിൽ നടക്കുന്ന ഈ കാഴ്ച അങ്ങൊന്ന് ശ്രദ്ധിച്ചു കാണുക. ഹലോ, നമസ്കാരം. ഞാൻ ഫാസില ബാനു. മണത്തല ചന്ദനക്കുടം നേർച്ചയോടനുബന്ധിച്ച് ജനുവരി 27, 28 തീയതികളിൽ നടക്കുകയാണ് എന്ന പ്രോഗ്രാമിൽ കുറച്ച് നല്ല പാട്ടുകളുമായി ഞാനും വരുന്നുണ്ട്. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് എല്ലാവർക്കും നോക്കൂ, ആണും പെണ്ണും ഇടകലർന്ന് നടക്കുന്ന കാഴ്ച തന്നെയല്ലേ നമ്മൾ കാണുന്നത്?
ഇത് നിങ്ങളുടെ കീഴിലുള്ള ജാറങ്ങളിൽ നടക്കുന്ന കാര്യമായതുകൊണ്ട് ദീൻ വിലക്കിയ ദീനിനെ പൊളിച്ചു കളയുന്ന കാര്യമല്ലാതാവുമോ? ആദ്യം നമ്മൾ നന്നാക്കേണ്ടത് നമ്മളെ നേതൃത്വ സ്ഥാനത്ത് ഇരുത്തിയിട്ടുള്ള നമ്മുടെ അനുയായികളെ അല്ലേ? നോക്കൂ, നിങ്ങൾ വ്യായാമം ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ അതുവഴി നമുക്ക് രോഗങ്ങൾ ഉണ്ടായേക്കാം. ആ രോഗം കാരണമായി നമ്മൾ മരണപ്പെട്ടേക്കാം. പക്ഷേ മരണത്തിന് ശേഷം അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ ലംഘിച്ചതിൻ്റെ പേരിൽ ശാശ്വതമായ നരകത്തിലേക്കല്ലേ അങ്ങയെ വിശ്വസിച്ച് അങ്ങയെ പിൻപറ്റുന്ന ആളുകൾ അങ്ങ് കൊണ്ടെത്തിക്കുന്നത്? അങ്ങ് പറഞ്ഞതിൽ എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ, അള്ളാഹുവിനോടും അവൻ്റെ ദീനിനോടും അവൻ്റെ റസൂലിനോടും എന്തെങ്കിലും ഒരു സത്യസന്ധത വെച്ചു പുലർത്തുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ നന്നാക്കേണ്ടത് നമ്മുടെ വിശ്വാസത്തെ തകർത്ത് കളയുന്ന നമുക്കിടയിലുള്ള ഇത്തരം പ്രവർത്തികളെയാണെന്ന് അങ്ങേ ഓർമ്മപ്പെടുത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.